Hello my dear friends, welcome to my YouTube channel. Haru and Tanu. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് റാഗി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റാഗി നമ്മൾ ഇങ്ങനെ അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ചെറുപയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ റാഗിയും ചെറുപയറും നമ്മൾ ചേർക്കും. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉലുവയാണ്. 2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. നമുക്ക് ചെറുപയറും റാഗിയും ഉലുവയും നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് 8 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി 8 മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കി കാണാം. നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറും അതുപോലെ തന്നെ റാഗിയും ഇവിടെ ആവശ്യത്തിന് കുതിർന്നിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത്. ഇനി നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് മാറ്റാം. മിക്സിയിലേക്ക് മാറ്റാം. റാഗിയും ചെറുപയറും രണ്ടുമുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി അരയ്ക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നമ്മളിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ റാഗിയുടെ തുണിയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിട്ടണം. കുറച്ച് നേരം എടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മളിത് രണ്ടായിട്ടാണ് ഇപ്പോൾ അരച്ചെടുക്കുന്നത്. രണ്ടാമത്തെ ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്, വെള്ളം ചേർത്തൊന്ന് ലൂസാക്കാം. അപ്പം മിക്സിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മാവ് പ്രിപ്പയർ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ദോശ ചുടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല ഇപ്പോൾ കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ആ മാവൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ നല്ലതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ വൈകുന്നേരം ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കില്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് മുകളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് ഗ്രൗണ്ട് നട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതായത് കപ്പലണ്ടിയുടെ എണ്ണയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ദോശ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല പേപ്പർ തിന്നായിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ സാധിക്കും. നമ്മുടെ നോർമലായിട്ടുള്ള ചമ്മന്തിയുടെ ഒപ്പവും അതുപോലെ തന്നെ സാമ്പാർ, ദോശപ്പൊടി, ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ സാധാരണ ദോശ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.